എന്റെ എമർജൻസി സർജറിക്ക് ശേഷം ഞാൻ ഒരു എയർ മാട്രസിലാണോ ഉറങ്ങേണ്ടതെന്ന് എന്റെ സഹോദരി എന്നെ അറിയിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ അവളുടെ വിവാഹത്തിൽ നിന്ന് വിട്ടുമാറി. എന്റെ ഏറ്റവും ഇളയ സഹോദരി എപ്പോഴും വീട്ടിലെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ അവൾ ഒരു പേടിസ്വപ്നമാണ്. അവളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ പർപ്പിൾ നിറത്തിലുള്ള മുടി ഡൈ ചെയ്യണമെന്നും ടാറ്റൂകൾ മറയ്ക്കണമെന്നും കേക്ക് സൗജന്യമായി ഉണ്ടാക്കി നൽകണമെന്നും അവൾ ആവശ്യപ്പെട്ടു. വെയിലത്ത് നിൽക്കുന്നത് അപകടകരമായ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടും സെപ്റ്റംബറിലെ കഠിനമായ വെയിലത്ത് നിൽക്കാൻ പോലും ഞാൻ സമ്മതിച്ചു. ഇതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ബാച്ചിലർ പാർട്ടി വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അതിന്റെ പ്ലാനിംഗ് ഒരു ദുരന്തമായിരുന്നു. വലിയ വിലയുള്ള വസ്ത്രങ്ങൾ, മോശം യാത്ര സൗകര്യങ്ങൾ, ഒന്നിനും ഒരു ഏകോപനവുമില്ലായിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ബെഡുകൾ തികയാത്തതിനാൽ ഞാൻ ഒരു എയർ മാട്രസിലാണോ ഉറങ്ങേണ്ടതെന്ന് പറയാൻ എന്റെ സഹോദരി എന്നെ വിളിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്. പാൻക്രിയാസിനുണ്ടായ ഗുരുതരമായ അറ്റാക്കിന് ശേഷം എനിക്ക് എമർജൻസി പിത്തസഞ്ചി ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ആ തിരിച്ചുവരവ് വളരെ പ്രയാസകരമായിരുന്നു. എനിക്ക് ബെഡിലേക്ക് കയറാൻ പോലും സഹായം ആവശ്യമായിരുന്നു. എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു യഥാർത്ഥ ബെഡ് വേണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവളുടെ മറുപടിയോ? അവൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായതുകൊണ്ട് എന്റെ ശസ്ത്രക്രിയ നോൺ ഇൻവേസീവ് ആണെന്നും അവൾ എന്നെ വെറും അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചോദിക്കുകയല്ല ചെയ്തതെന്നും അവൾ പറഞ്ഞു. അവിടെ തീർന്നു. ഞാൻ വരുന്നുമില്ലെന്നും ബ്രൈഡ്സ്മെയ്ഡ് എന്ന പദവിയിൽ നിന്ന് ഔദ്യോഗികമായി ഒഴിയുകയാണെന്നും ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണോ?